Hi friends, welcome back to channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കോഴിയെ ചെയ്യാം. അതെല്ലാവർക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്ത് വെക്കാം. ഒരു ക്രീം കളർ സ്ക്വയർ പേപ്പർ, ഒരു റെഡ് ചെറിയൊരു പേപ്പർ, സ്കെച്ച് പെന്ന്, ഫെവിക്കോള്, സിസേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ തുടങ്ങാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് വന്നു. ആ മാർക്കിന് കണക്കായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്ത് ഇനി തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ഇവിടുന്ന് നേരെ ഇവിടത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇനി വീണ്ടും ഇപ്പുറത്തേക്ക് തിരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കണം. അതിനെന്താ ചെയ്യുക, ഇവിടുന്ന് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതും ഇങ്ങനെ തന്നെ മടക്കുക. കേട്ടോ, ഇത് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാം. ഇതേപോലെ ഈ സൈഡും. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു അല്ലേ. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഈ ബാക്കിൽ നിന്ന് ഇത് കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. ഈ ബാക്കിലേക്കുള്ളത് നമുക്ക് ഇങ്ങനെ വരും. അപ്പം ഇനി ഇവിടുന്ന് നേരെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഹാഫ് ഈ ഇതുണ്ടല്ലോ പാർട്ടീഷൻ വരുന്നത്, ആ പാർട്ടീഷൻ എടുത്ത് നേരെ ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇനി നമ്മൾ ബേർഡിൻ്റെ നമുക്ക് ഹെന്നിൻ്റെ മുമ്പിലത്തെ ആ കഴുത്തിൻ്റെ നെക്ക് പാർട്സൊക്കെ പാർട്ടിന് ആ സൈഡൊക്കെ വേണം. അതിനായിട്ട് നമ്മളിങ്ങനെ മടക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം കണ്ടോ. ഫോൾഡ് ചെയ്തിട്ട് ആ മാർക്കിലേക്ക് കൂടി ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ആക്കിയാൽ മതി. എന്നിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഈ കൊക്ക് വേണം അല്ലേ, അതും അതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ടിലത്തെ ബീക്കും കൊക്കൊക്കെ കിട്ടി. ഇനി ബാക്കിൽ നമുക്ക് ആ കോഴി ഹെൻ്റെ ബാക്കിൽ ഈ ഭാഗം അതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഉണ്ടാവും. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യാം കണ്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആ ഭാഗം റെഡിയായി. പിന്നെ നമുക്ക് ഇവിടെ വന്ന ഭാഗമുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യും. ഇവിടുന്ന് നേരെ ഹാഫായിട്ട് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് അതേപോലെ ഇപ്പുറത്തെ സൈഡും കൊടുക്കായി അല്ലേ. ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ രണ്ട് സൈഡ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം.
രണ്ട് സൈഡ് അതേപോലെ ചെയ്യുക. ഈ രണ്ട് സൈഡും നമ്മൾ ചെയ്യുക. ഇതേപോലെ തന്നെ ഈ സൈഡും ഇങ്ങോട്ട് വെച്ച് ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട്. ആ പാട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ തൂവലൊക്കെ ശരിയാക്കണം അല്ലേ? അതിനായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ റെഡി ആയിട്ട് കൊണ്ടുപോകാം. ഇനി നമ്മൾ ഈ ബാക്കിൽ വാളിൻ്റെ സൈഡിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കിലത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ നമുക്ക് ഈ കോഴിക്കൊക്കെ മേലെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പൂവൊക്കെ, അത് നമുക്ക് റെഡ് കട്ട് ചെയ്തിട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ റെഡ് പേപ്പർ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഷേപ്പിൽ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കും. കോഴി റെഡിയായി അല്ലേ? ഇനി നമുക്ക് ഈ വാലിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ കളർന്ന് അതിൻ്റെ എന്താ കളറെന്ന് വെച്ചാൽ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. വാല് പോലെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താ. അപ്പോൾ നമ്മൾ കോഴി റെഡിയായി അല്ലേ? കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ട് കാണും. നല്ല കൊച്ചു കൂട്ടുകാർക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.